മുസ്തഫ താനൂരിൻ്റെയും സഹപ്രവർത്തകരുടെയും ഹൃദയത്തിൽ ഉണർന്ന ചെറിയ കരുണാഭാവം പിന്നീട് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചമായ കഥയാണ് തണൽമരം ഫൗണ്ടേഷന്റെ യാത്ര. ഒറ്റപ്പെട്ടവർക്കും അനാഥർക്കും അഗതികൾക്കും ഭിന്നശേഷിക്കാർക്കും പേരിനെ പോലെ തന്നെ തണലായി മാറുക, അതാണ് ഈ പ്രവർത്തനങ്ങളുടെ പിന്നിലെ ഏറ്റവും വലിയ സ്വപ്നം. തൃശ്ശൂരിലെ പാലപ്പെട്ടിയിൽ താമസിച്ചിരുന്ന തൻ്റെ അകന്ന ബന്ധത്തിലുള്ള ആരും നോക്കാനില്ലാത്ത ഒരു വയോധികയായ ഉമ്മയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൂടെ താമസിപ്പിച്ച് ചികിത്സ നൽകി. മരണനിമിഷം വരെ പരിചരിച്ച് നല്ലൊരു മരണാനന്തര യാത്ര സമ്മാനിച്ചപ്പോൾ ലഭിച്ച മാനസിക സന്തോഷത്തിൽ നിന്നാണ് മുസ്തഫ താനൂർ ഇത്തരം ഒറ്റപ്പെട്ട ജീവിതങ്ങൾക്ക് ഒരു കൈത്താങ്ങാകണമെന്ന ചിന്തയ്ക്ക് തുടക്കമിട്ടത്. അവിടെ നിന്നാണ് സുമനസ്സുകളായ ബാപ്പു നിറമരുതൂർ, ബാപ്പു കാട്ടിലങ്ങാടി, മുസ്തഫ കാവുങ്ങൽ, അബൂബക്കർ തിരൂർ തുടങ്ങിയ സുഹൃത്തുക്കളെ ഒപ്പം ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വലിയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ബീച്ചിലും ഉൾപ്പെടെ തെരുവിൽ കഴിയുന്ന പാവപ്പെട്ടവർക്കായി ഭക്ഷണം എത്തിച്ചുകൊണ്ട് 2020 മുതൽ ചെറിയ രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംഘടനയ്ക്ക് സാമ്പത്തികമായി വരുമാനമൊന്നുമില്ലാത്ത അവസ്ഥയിലും സുമനസ്സുകളെ കണ്ടെത്തി നാടിനാവശ്യമായ സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. തുടർന്ന് സംഘടന ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുകയും മുസ്തഫ താനൂരിൻ്റെ ഉടമസ്ഥതയിലുള്ള കളത്തിങ്ങൽ ഫാൻസി ആൻഡ് ഫുഡ്വെയർ ഓഫീസായി പ്രവർത്തിക്കുകയും ചെയ്തു. 2023 ഫെബ്രുവരി 27 തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. ആദ്യ പ്രവർത്തനം ഭിന്നശേഷിക്കാരുടെ മാനസിക ഉല്ലാസത്തിനായി സംഘടിപ്പിച്ച ഒരു ടൂർ പ്രോഗ്രാമായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ശേഖരിച്ച ചെറിയ സംഭാവനകളിലൂടെയാണ് ആ പ്രവർത്തനത്തിൻ്റെ ചിലവുകൾ കണ്ടെത്തിയത്. തുടർന്ന് കോഴിക്കോട് കടലുണ്ടിയിലെ വൃദ്ധസദനത്തിലെ അമ്മമാരോടൊപ്പം ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചു. അവർക്കായി ഭക്ഷണവും വസ്ത്രവും നൽകി മക്കളെപ്പോലെ കൂടെ നിന്നു. സുമനസ്സുകളുടെ സഹായത്താൽ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണവും തുടർന്നുകൊണ്ടിരുന്നു. തിരൂർ വെട്ടത്ത് ബുദ്ധിവൈകല്യമുള്ള കുട്ടികളുടെ സ്കൂളിൽ ഭക്ഷണം നൽകി. പാലക്കാട് ജില്ലയിലെ അഭയ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അമ്മമാർക്കും സഹായഹസ്തം നീട്ടി. താനൂർ ചമ്മൽത്തറ അങ്കണവാടിയിലെ കുട്ടികൾക്ക് ശുദ്ധജലത്തിനായി കുഴൽക്കിണർ നിർമ്മിച്ചു നൽകുകയും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ 25ലധികം കുഴൽക്കിണറുകൾ നിർമ്മിച്ച് നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളമെത്തിച്ചു. എല്ലാ റമദാൻ മാസത്തിലും നിസ്കാരക്കുപ്പായം, ഖുർആൻ, ഭക്ഷണക്കിറ്റ് വിതരണവും വിഷുദിനത്തിൽ പാവപ്പെട്ട അമ്മമാർക്ക് സെറ്റുമുണ്ടും വിഷു കൈനീട്ടവും ഭക്ഷണക്കിറ്റും നൽകി വരുന്നു. പാവപ്പെട്ട നിരവധി കുടുംബങ്ങളിലേക്ക് വിവാഹങ്ങൾക്ക് അരിയായും ഭക്ഷണമായും സാമ്പത്തിക സഹായമായും നിർധന രോഗികൾക്ക് മരുന്ന്, ഭക്ഷണക്കിറ്റുകൾ, തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം, മറ്റ് നിരവധി സഹായങ്ങൾ തണൽമരം ഫൗണ്ടേഷൻ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി തണൽമരം ഫൗണ്ടേഷൻ മുന്നോട്ടു നീങ്ങി. പ്രവർത്തനങ്ങൾ വളർന്നതോടെ ഒരു സ്ഥിര ഓഫീസ് സംവിധാനം തണൽമരം ഫൗണ്ടേഷന് അനിവാര്യമായി. അങ്ങനെ 2023 ജൂലൈ 9 താനൂരിലെ ഓലപ്പീടിക എളാപ്പപ്പടിയിൽ തണൽമരം ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെയും നിർധന കുടുംബങ്ങളുടെയും വിവാഹങ്ങൾക്കാവശ്യമായ വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയായ ഡ്രസ് ബാങ്കിനും ഇവിടെ തുടക്കം കുറിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനുവായിരുന്നു ഇതിനായുള്ള ആദ്യ സംഭാവന നൽകിയത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ഓടി നടക്കുന്നതിനിടെയാണ് ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ മുസ്തഫ താനൂരിൻ്റെ ട്രെയിൻ യാത്രയിൽ ഭിന്നശേഷിക്കാരായ ഒരു കുടുംബത്തെ പരിചയപ്പെടുന്നത്. ഭിന്നശേഷിക്കാരായ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യവും പല രീതിയിൽ ലഭ്യമാകുന്നുണ്ടെങ്കിലും കുട്ടികളുടെ വിവാഹമൊന്നും തന്നെ നടക്കുന്നില്ലെന്നും ഇതിനായി സൗകര്യമൊരുക്കിയാൽ ഞങ്ങൾക്കേറെ ഗുണകരമാവും എന്നും അറിയിച്ചത്. തുടർന്ന് ഇതിനെക്കുറിച്ച് തണൽമരം ഫൗണ്ടേഷൻ കൂടുതൽ പഠിക്കുകയും ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിക്കുകയും വിവാഹപ്രായമെത്തിയവർക്ക് പരസ്പരം കാണാനും ബന്ധപ്പെടാനുമുള്ള ആദ്യ സൗകര്യം
തണൽമരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അങ്ങനെ ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് വധുവിനെയും വരനെയും കണ്ടെത്താൻ ഒരു വലിയ സംഗമം സംഘടിപ്പിക്കാനുള്ള തീരുമാനം തണൽമരം ഫൗണ്ടേഷൻ ഭാരവാഹികൾ തീരുമാനിച്ചു. 2023 സെപ്റ്റംബർ 26 താനൂർ മൂലയ്ക്കൽ അറേബ്യൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദ്യ ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്താനുള്ള മഹാസംഗമത്തിൽ 2500-ലധികം പേർ പങ്കെടുത്തു. 125 യുവതി യുവാക്കൾ ഈ ഒരൊറ്റ സംഗമത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് കൈകോർത്തു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ വലിയ വിജയം വധുവരന്മാരെ കണ്ടെത്താനുള്ള സംഗമത്തിന് ലഭിച്ചതോടെ നിരവധി കുടുംബങ്ങൾ ഇത്തരം സംഗമങ്ങൾ വീണ്ടും വീണ്ടും നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. തുടർന്ന് തിരൂരിൽ നടന്ന രണ്ടാം മഹാസംഗമത്തിൽ 4000-ലധികം പേർ പങ്കെടുക്കുകയും ഏകദേശം 220 വിവാഹങ്ങൾ സാധ്യമായി. പിന്നീട് എറണാകുളം തമ്മനത്തും തിരൂർ കൈരളി ഓഡിറ്റോറിയത്തിലും തൃശൂർ സാഹിത്യ അക്കാദമിയിലും വധൂവരന്മാരെ കണ്ടെത്താനുള്ള മഹാസംഗമങ്ങൾ സംഘടിപ്പിച്ചു. ഇവ വഴി 100 കണക്കിന് ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾ പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറാൻ തണൽമരം ഫൗണ്ടേഷൻ വഴികാട്ടിയായി. ഇതിനൊപ്പം ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ ലഭിക്കാനായി തുന്നൽ പരിശീലനവും ആരംഭിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി ഭക്ഷണവും വസ്ത്രവും എത്തിച്ചു നൽകി. ഇലക്ട്രിക് വീൽചെയർ, രോഗികൾക്ക് ബെഡ്, വീൽചെയർ ഉൾപ്പെടെയുള്ള ആരോഗ്യ ഉപകരണങ്ങളും ഇന്ന് തണൽമരം ഫൗണ്ടേഷനു കീഴിൽ വിതരണം ചെയ്തു വരുന്നു. ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ സജീവ പ്രവർത്തനങ്ങളുമായി തണൽമരം ഫൗണ്ടേഷൻ മുന്നേറുകയാണ്. 2026 ഏപ്രിൽ 28 താനൂർ ഓലപ്പീടിക എളാപ്പപ്പടി ലിയോറ ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിവിപുലമായ 6ാമത് ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്താനുള്ള മഹാസംഗമം നടക്കുകയാണ്. സുമനസ്സുകളുടെ കൈത്താങ്ങും 100 കണക്കിന് വോളണ്ടിയർമാരുടെ പിന്തുണയും ഈ യാത്രയ്ക്ക് ശക്തിയാണ്. ഒരു സ്വപ്നം, ഒരു കരുണ, ഒരു കൈത്താങ്ങ്. ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് തണലായി മാറിയ തണൽമരം ഫൗണ്ടേഷന്റെ കഥ തുടരുകയാണ്. 2026 മുസ്തഫ താനൂർ ചെയർമാനായും സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറിയും റാഷിദ് കോട്ടയ്ക്കൽ ട്രഷററും 37 അംഗ കമ്മിറ്റി ഇന്ന് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നു. തണൽമരം ഫൗണ്ടേഷൻ ഒരു നിമിത്തം മാത്രമാണ്. ഇത്തരം പദ്ധതികളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ തണൽമരം ഫൗണ്ടേഷനെ സഹായിക്കുന്ന സുമനസ്സുകളെയാണ് എടുത്തു പറയേണ്ടത്. അവർക്ക് ഇതിന്റെ പ്രതിഫലം ലഭ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും നിങ്ങളെല്ലാവരും തണൽമരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.